everyone, welcome back to Silent Learning and a heartily welcome to our English class. This is Mohammed Shaju. You can call me SJ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടോട്ടോ ചാൻ്റെ ചാപ്റ്ററിലെ ഡയറി എൻട്രി ആണ്. ഓക്കെ, അതിനു മുമ്പ് എന്താണ് ഒരു ഡയറി എൻട്രി, എങ്ങനെയൊക്കെയാണ് ഒരു ഡയറി എൻട്രി എഴുതുക, ഇതെല്ലാം നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ. യെസ്, ആദ്യം തന്നെ എന്താ ഒരു ഡയറി എൻട്രി? A diary entry is a form of writing where an individual records his account of the day. എന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ നടന്ന സംഭവത്തെ കുറിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ നേരത്തോ അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് എഴുതി വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡയറി എൻട്രി എന്ന് പറയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇനി നമുക്ക് ഡയറി എൻട്രിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. യെസ്, ആദ്യം അതിൻ്റെ ഫോമാറ്റാണ്. ഫോമാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനാദ്യം തന്നെ ഒരു ഡേറ്റ് വേണം, അതുപോലെ ഡേ എഴുതണം, ടൈം എഴുതിയാൽ നല്ലതാണ്. ഓക്കെ, അങ്ങനെ നമുക്കൊരു ഡിയർ ഡയറി എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഫസ്റ്റ് പേഴ്സണിൽ തുടങ്ങണം. ഫസ്റ്റ് പേഴ്സണിൽ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ഫോമാറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേ എഴുതണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, ഡേറ്റ് എഴുതണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സ്ഥലം വിടുക, ഒരു ലൈൻ വിടുക, ശേഷം നമ്മൾ ടൈം എഴുതി വെക്കാം. ഓക്കെ, അതുപോലെ ഒരു ലൈൻ വിട്ടിട്ട് പിന്നെ നമ്മൾ ഡിയർ ഡയറി എന്ന് എഴുതുക. ഡിയർ ഡയറി നമ്മൾ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ ലെറ്ററിൽ എഴുതൂലേ. അപ്പോൾ എന്താ ഇങ്ങനെ എഴുതുന്നത്, ഡിയർ ഡയറി എന്തെന്നൊരു സംശയം ഉണ്ടോ ചില ആൾക്കാർക്ക്. അവിടെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ഒരു സുഹൃത്തിനോട് എന്ന പോലെ നമ്മൾ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്. ആരോട്? ആരും വായിച്ചു നോക്കുക എന്ന് ഉറപ്പുള്ള നമ്മുടെ പേഴ്സണൽ ഡയറിനോട് അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഡിയർ ഡയറി എന്ന് എഴുതി തുടങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഡിയർ ഡയറി എന്ന് എഴുതി ഓപ്പണിംഗ് ആയി, ശേഷം ഒരു ലൈൻ വിട്ടിട്ട് താഴെ നമ്മുടെ മെയിൻ ഭാഗത്തേക്ക് വരണം. അപ്പോൾ മെയിൻ ഭാഗത്തുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്ത്, നമ്മൾ ഫസ്റ്റ് പേഴ്സണിലാണ് എഴുതുക ഡയറി എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു രീതിയിലാണ് നമ്മൾ സംസാരിക്കുക അല്ലേ. കാരണം എൻ്റെ ഫീലിംഗ് ഞാൻ പറയല്ലേ. അപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും പറയാ, അയാൾ ഇയാൾ അങ്ങനെയല്ലല്ലോ പറയാ. ഞാൻ അങ്ങനെ എല്ലാത്ത നല്ല ദിവസമായിരുന്നു എനിക്ക് എന്ന്. ഓക്കെ, ഇന്ന് ഞാൻ അവിടെ പോയി, ഇന്ന് ഞാൻ ഇവിടെ വന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് പേഴ്സണിലല്ലേ സംസാരിക്കുക. ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനാണ് ഇവിടെ ഫസ്റ്റ് പേഴ്സൺ, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സെക്കൻഡ് പേഴ്സൺ ആണ്. ഇപ്പോൾ മനസ്സിലായില്ലത് എന്താണ്? അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി ആദ്യം നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഡയറി എൻട്രിയുടെ ആ ഒരു ഭാഗമെത്തി. നമ്മൾ എവിടെ ഈ ഒരു ഡയറി എന്ന് പറയുന്ന അതിൻ്റെ ബോഡിയിലെത്തി അല്ലേ. ആ ബോഡിയിൽ നമ്മൾ തുടങ്ങുന്ന ഭാഗത്ത് നമ്മളെപ്പോഴും ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത്, ബിഗിനിങ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ആ ദിവസത്തിൻ്റെ നമ്മുടെ ഒരു മൂഡിനെ കാണിക്കുന്ന ഒരു സെൻറ്റൻസാണ്. ഇറ്റ് വാസ് എൻ എക്സൈറ്റിംഗ് ഡേ, അല്ലെങ്കിൽ ഇറ്റ് വാസ് എ അൺഹാപ്പി ഡേ, അല്ലെങ്കിൽ ഐ വാസ് സോ എക്സൈറ്റഡ് ടുഡേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡയറിയുടെ അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ മൂഡ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡയറി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ കാണിക്കുന്നതാണ്. ഓക്കെ, കഥ അല്ല അവിടെ എഴുതി വെക്കേണ്ടത്, ഞാൻ അവിടെ പോയി, ഞാൻ അവിടെ വന്നു, അതല്ല വേണ്ടത്. മറിച്ച് ആ സമയത്ത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഇമോഷൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇമോഷണൽ ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഇമോഷണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ സാറേ, സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ എഴുതുക എന്ന് വെച്ചാൽ, ഐ നെവർ എക്സ്പെക്റ്റഡ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കുത്ത്, അതാണ് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ്. കംപ്ലീറ്റ് അല്ലാത്ത സെൻസ് അതെന്തിനെ കാണിക്കുന്നു? അത് നമ്മുടെ ഇമോഷൻസിനെ കാണിക്കുന്നു. അയ്യോ ഭയങ്കര സങ്കടം, ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചല്ല, കുത്ത്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. നെക്സ്റ്റ് വേറെ ഒരു ഇമോഷൻ കാണിക്കുന്നതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. എന്ന് വെച്ചാൽ നമ്മൾ ആശ്ചര്യ ചിഹ്നം ഇടൂലേ, ഒരു ഒരു കുത്ത് അല്ലേ, അങ്ങനെ ആശ്ചര്യ ചിഹ്നമുള്ള എന്താ പറയുക സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ ഇറ്റ് വാസ്, കുത്ത് എക്സ്ക്ലമേറ്ററി ചിഹ്നം, ആശ്ചര്യചിഹ്നമായി. ഓക്കെ, അപ്പോൾ അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയി. അത് നമ്മുടെ ഡയറിയിൽ വന്നാൽ നമുക്ക് മാർക്ക് കിട്ടും, കാരണം അത് ഇമോഷനെ കാണിക്കുന്ന സെൻറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ പൂർണ്ണമല്ലാത്ത സെൻറ്റൻസുകൾ എഴുതുക, അതുപോലെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ എഴുതുക. ഇതൊക്കെ നല്ലതാണ് എവിടെ, നമ്മുടെ ഡയറി എൻട്രിയിൽ. റെഡിയല്ലേ? അതിന് അവസാനം നിങ്ങൾ ഇങ്ങനെ അവസാനിപ്പിക്കുന്ന സമയത്ത് താഴെ നിങ്ങൾക്ക് ഒരു ലൈൻ വിട്ടിട്ട് നിങ്ങളുടെ പേര് എഴുതി വെക്കാം. ഡയറി എഴുതുന്ന ആളുടെ പേര്, ഇപ്പോൾ ഇവിടെ ടോട്ടോ ജാനാണ് എഴുതുന്നതെങ്കിൽ ടോട്ടോ ജാൻ എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, നിർബന്ധമൊന്നുമില്ല, എഴുതിയില്ല എന്ന് വെച്ചിട്ട് മാർക്ക് പോകുമൊന്നുമില്ല. റെഡിയല്ലേ? ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് വരാം, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അല്ല നമ്മുടെ ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റി 7 ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ ക്വസ്റ്റ്യൻ? Toto Jan never forget that first happy summer vacation. Toto Jan ഒരിക്കലും ആ ഹാപ്പി സമ്മർ വെക്കേഷൻ മറക്കാൻ സാധ്യതയില്ല അല്ലേ. Make a diary entry in Toto Jan's diary. നമ്മുടെ ടോട്ടോ ജാൻ്റെ ഡയറിയിൽ അദ്ദേഹത്തിൻ്റെ ഡയറി എൻട്രി എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. ഇമാജിൻ യുവർ സെൽഫ് ടു ബി ടോട്ടോ ജാൻ. നിങ്ങൾ ആരായിട്ട് മാറുക? ടോട്ടോ ജാനായിട്ട് മാറുക. ഓക്കെ, എന്ന് വെച്ചാൽ ടോട്ടോ ജാൻ്റെ ഡയറി ഒന്ന് നിങ്ങൾ എഴുതാൻ ആ ദിവസത്തെക്കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഒരു ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്.
എക്സാക്റ്റ് ഇതുപോലെ തന്നെയാണൊന്നുമില്ല, ഇതൊരു മോഡൽ മാത്രമാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഡയറിയിൽ വന്നാൽ മതി. റെഡി അല്ലേ? അപ്പോൾ എന്തൊക്കെ ആദ്യം എഴുതിയത് ഞാൻ നോക്കാം. ആദ്യം ഡേറ്റ് എഴുതിയിട്ടുണ്ട്, ഡേ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഡേറ്റ് ഞാൻ എഴുതിയ കണ്ടില്ലേ അല്ലേ? ഡേറ്റ് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡേ എഴുതിയിട്ടുണ്ട്, മൺഡേ, ട്യൂസ്ഡേ, ഇതാണ് ഡേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം എഴുതിയിട്ടുണ്ട്, ലൈൻ വിട്ടിട്ട് ടൈം എഴുതിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് എവിടെ എഴുതാം, ഈ ഒരു ഈ ഡേറ്റ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡേ എഴുതാം, ഇവിടെ മൺഡേ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ഇവിടെ ടൈം എഴുതാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഡയറി, ഡിയർ ഡയറി എന്ന് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. റെഡി അല്ലേ? ഡിയർ ഡയറി എന്ന് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? യെസ്, ഫസ്റ്റ് സെൻറ്റൻസ് അല്ലേ, ഐ ക്യാൻ നെവർ ഫൊർഗെറ്റ് ദിസ് ഡേ ഇൻ മൈ ലൈഫ്. ഈ ജീവിതത്തിൽ ഈ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങി. ഇനിയോ, ടുഡേ വാസ് ആൻ എക്സൈറ്റിംഗ് ഡേ. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് കണ്ടില്ലേ? ഞാൻ പറഞ്ഞതാ, ടുഡേ വാസ് ആൻ എക്സൈറ്റിംഗ് ഡേ. ഇന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു, ഒരുപാട് ആശ്ചര്യപ്പെടുത്തിയ ദിവസമായിരുന്നു, സന്തോഷം നൽകിയ ദിവസമായിരുന്നു. നോക്ക്, വരാകുത്തില്ല ഇവിടെ, വരാകുത്ത് എക്സ്ക്ലമേറ്ററി സൈൻ അല്ലേ, ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് നമ്മൾ കൊണ്ടുവരണം. നെക്സ്റ്റ് എന്താണ്? വി വെൻറ്റ് ടു ഓൺ എ സ്കൂൾ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട് അറ്റ് ടോയ് ഓൺ ദ ഇസു പെനിൻസുലയിലെ ടോയ് എന്ന് പറയുന്ന റിസോർട്ടിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു? സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോയി. ഐ വാസ് സോ എക്സൈറ്റഡ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ? എപ്പോൾ? വെൻ മൈ മോം ഫൈനലി എഗ്രീഡ് ടു ലെറ്റ് മീ ഗോ. അമ്മ അവസാനം എന്നെ പോകാൻ അനുവദിച്ചപ്പോൾ. നമുക്ക് ഐലല്ലേ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്റൻസുകൾ. അപ്പോൾ അതാണ് ഫസ്റ്റ് പേഴ്സണിൽ നറേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ഇനിയോ, വി ടുക്ക് എ ട്രെയിൻ ആൻഡ് എ ഷിപ്പ് ടു ഗെറ്റ് ദെയർ. ആദ്യം ഞങ്ങൾ ട്രെയിൻ കയറി, പിന്നെ ഞങ്ങളൊരു ഷിപ്പിൽ പോയി. പിന്നെയോ, ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം ഓൺ ദ ഷിപ്പ്. ആദ്യമായിട്ടായിരുന്നു ഞാൻ എവിടെ കയറുന്നത്, ഒരു ഷിപ്പിൽ കയറുന്നത്. ആൻഡ് ഐ ഫെൽറ്റ് എ ലിറ്റിൽ സീ സിക്ക്. കുറച്ച് എനിക്ക് എന്താ പറയുക, സീ സിക്നെസ് ഒക്കെ തോന്നി, വോമിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് വല്ലാത്തൊരു പ്രയാസമൊക്കെ തോന്നി. ബട്ട് ഇറ്റ് വാസ് സ്റ്റിൽ മച്ച് ഫൺ. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര രസമായിരുന്നു. When we arrived, we had a lovely lunch and then spent the afternoon exploring the ship. അത് ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം കിട്ടി, ലഞ്ച് കിട്ടി, ശേഷം ഞങ്ങൾ ഷിപ്പ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തു അല്ലേ. When we got to the hot spring, it was like nothing I had ever seen before. അവിടെ എത്തിയപ്പോൾ എനിക്ക് ഒരിക്കലും ഞാൻ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത ഒരു അനുഭവമായിരുന്നു. The water was warm, ചൂടുള്ള വെള്ളം, and wonderful, and we could swim and play in the sea. കടലിൽ ഞങ്ങൾക്ക് കുളിക്കാനും അരമാന്തിക്കാനും ഒക്കെ കഴിഞ്ഞു അല്ലേ. It felt like having our own പ്രൈവറ്റ് ബീച്ച്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബീച്ച് കിട്ടിയതുപോലെ. ഓക്കെ, ഞങ്ങൾ ഫ്രണ്ട്സിന് മാത്രം ഞങ്ങൾ ഒരു സ്വന്തമായിട്ട് ഒരു ബീച്ച് കിട്ടിയതുപോലെ ആയിരുന്നു അത്. ആഫ്റ്റർ അവർ സ്വിം, നീന്തലിന് ശേഷം, വി ഹാഡ് എ ഡെലീഷ്യസ് ഡിന്നർ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിന്നർ കിട്ടി. ആൻഡ് ദെൻ സെറ്റിൽഡ് ഇൻ ഫോർ ദ നൈറ്റ്. രാത്രി ഞങ്ങൾ സെറ്റിൽ ചെയ്തു. ദിസ് മോർണിംഗ് വി വെന്റ് ടു ദ ബീച്ച് വൺസ് അഗെയിൻ. ഇന്ന് രാവിലെ ഞങ്ങൾ ഒരിക്കൽ കൂടെ ബീച്ചിൽ പോയി. വി മെറ്റ് എ മാൻ ബിൽഡിംഗ് എ ബിഗ് വുഡൻ ബോട്ട് ഓൾ ബൈ ഹിംസെൽഫ്. ഒരാൾ ഒരു വലിയ ബോട്ട് നിർമ്മിക്കുന്നത് ഞങ്ങൾ കണ്ടു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഹി ഗേവ് മീ സം ഷേവിങ്സ് ഓഫ് ദ വുഡ് ആസ് എ സോവിനിയർ ആയിട്ട്, എന്ന് വെച്ചാൽ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എനിക്ക് കുറച്ച് എന്താ പറയുക, വുഡ് ഷേവിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, ഈ വുഡെല്ലാം പണിയെടുക്കുന്ന സമയത്ത്, ആശാരിമാരൊക്കെ പണിയെടുക്കുന്ന സമയത്ത് ആ വുഡ് ചെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, എന്താണ് ഷിപ്പിളി എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമല്ലേ, വുഡ് ഷേവിങ്സ്, അത് എനിക്ക് തന്നു. വി ഹാവ് ടു സീ ഗുഡ് ബൈ ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട് ടു നൈറ്റ്. രാത്രിയിൽ ഞങ്ങൾ അവിടെ വിട പറഞ്ഞു. I am so delighted with all the amazing experiences I had. എനിക്കുണ്ടായ അനുഭവങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, the group photo taken along with our headmaster will be the most valuable keepsake. ഞങ്ങളുടെ ഹെഡ്മാസ്റ്ററിൻ്റെ കൂടെ ഞങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഭയങ്കര എനിക്ക് എന്താ പറയുക, ഓർമ്മകളിൽ എന്നും സൂക്ഷിക്കുന്ന ഒരു സംഭവമായിരിക്കും. ഈ കീപ് സേക്ക് എന്ന് പറഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, സോ വിനീർ എന്ന് പറയുന്ന ആ വേർഡും ഏകദേശം സെയിം മീനിങ് ആണ് കേട്ടോ. I am so glad to share my delightful experiences and sweet memories with everyone. എനിക്ക് എൻ്റെ ഈ ഒരു അനുഭവത്തെക്കുറിച്ച് എനിക്ക് എല്ലാവരോടും പറഞ്ഞു, വീട്ടിൽ പോയിട്ട് എല്ലാവരോടും എന്ത് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണമെന്നുണ്ട്. മൈ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടൈംസ് ഐ ഹാവ് എവർ ഹാഡ് ഇൻ മൈ ലൈഫ്. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അവസാനിപ്പിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് എല്ലാ ഡയറിയിലും എഴുതാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞുതരാം. ഒരു ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ ഉണ്ടാവണമല്ലോ. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ഐ ക്യാൻ നെവർ ഫൊർഗെറ്റ് ദിസ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതുപോലെ ഒരു അവസാനിപ്പിക്കൽ ഉണ്ടാവണം. അവസാനിപ്പിക്കൽ വേണമെങ്കിൽ ഇതുപോലെ അവസാനിപ്പിക്കാം. ഇവിടെ ഇതൊക്കെയാണ്. വേറെ ഒരു നിങ്ങൾക്ക് അവസാനിപ്പിക്കൽ എല്ലാത്തിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസാനിപ്പിക്കലാണ് എന്ത്,
anyhow, I'm going to bed with a positive mind. അല്ലെങ്കിൽ today I'm so happy to go to bed. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് എന്ത് ചെയ്യുന്നത് ഉറങ്ങാൻ പോകുന്നത് എന്ന് പറയുന്നത് അവസാനിപ്പിക്കാം. ഓക്കെ, ശേഷം നമ്മുടെ പേര് എഴുതി വെക്കാം, ടോട്ടോ ജാൻ എഴുതി വെക്കാൻ വെച്ചാൽ നല്ലത്. ഞാനൊരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടെന്ന് കരുതിയാണ് ഞാൻ അവിടെ എഴുതാത്തത്. സോ അത്രയേ ഉള്ളൂ ഡയറി എൻട്രിയെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ആണോ, നിങ്ങൾക്ക് ഗ്രാമർ ആണോ നിങ്ങൾക്ക് അറിയാത്തതുള്ളത്, അത് താഴെ കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അതുമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് മുഹമ്മദ് ഷാജു SJ signing off from Silent Learning. Thank you all.